നമ്മൾ പഠിക്കുന്ന ഇൽമ നമുക്ക് ഉപകാരമുള്ളതാവണമെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്നാമത്തേത് ഇൽമിന്റെ ശിആറുകളെ ബഹുമാനിക്കണമെന്നതാണ്. ഇൽമിന്റെ അടയാളങ്ങൾ. അതിൽ ഞാൻ ഒന്നാമത് പറഞ്ഞത് പേനയെ ബഹുമാനിക്കണം. ഇന്ന് കുട്ടികൾക്കിടയിൽ പേനക്കളി എന്നൊരു കളിയുണ്ട്. ഡെസ്കും അങ്ങനെ വെച്ചിട്ട് പേന മുടിച്ചെടുക്കൽ ഒരിക്കലും ചെയ്യരുത്. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കാരണം ഇൽമിന്റെ ഒന്നാം മാർഗമായി ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പേനയെയാണ്. മഷി കഴിഞ്ഞ പേനയാണെങ്കിൽ പോലും നല്ല നിലയിൽ സംസ്കരിക്കണം എന്നാണ്. നാളെ ഞാൻ ME എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് പേന ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു കമ്പിന്റെ ഒരു കൂടാരുണ്ട്. മഷി കഴിഞ്ഞ പേന കയ്യിൽ മാത്രം ഇടുക, വേറെ എവിടെ ഇടാൻ പറ്റില്ല എന്നാണ്. സ്റ്റുഡൻസ് യൂണിയനൊക്കെ ആണെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മഷി കഴിഞ്ഞ പേനടാനുള്ള ഒരു കൂടുണ്ടാക്കുക. അത് ഒന്നിച്ച് പിന്നെ പ്ലാസ്റ്റിക് ആക്കി തൂക്കി കിട്ടിയാൽ മതി. അലക്ഷ്യമായ ഇടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. കാണുന്നിടത്തൊക്കെ പേന നിലത്ത് ചാടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ് വലതു കൈ കൊണ്ട് ഉടനെ എടുക്കണമെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇൽമിന്റെ ഒന്നാമത്തെ മാർഗമാണ് പേന എന്ന് പറയുന്നത്. അപ്പൊ ഇൽമിന്റെ അസറുകൾ, ഇൽമിന്റെ ആസാറുകൾ, ഇൽമിന്റെ ഷിആറുകൾ അതിനെ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് ഡെസ്ക്, അതിൽപ്പെട്ടതാണ് ബെഞ്ച്, അതിൽപ്പെട്ടതാണ് പാഠപുസ്തകങ്ങൾ, ഡിക്ഷണറി, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ബഹുമാനം ഉണ്ടായിരിക്കണം. ഡിക്ഷണറി ആണെങ്കിൽ പോലും തലക്ക് വെച്ചുറങ്ങാൻ പാടില്ല. കോളേജിനെ ബഹുമാനിക്കണം. പിന്നെ ക്ലാസ് റൂമിനെ ബഹുമാനിക്കണം. ബെഞ്ചിനെയും ഡെസ്കിനെയും ബഹുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, അപ്പൊ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത്തെ കാര്യം ഇൽമിന്റെ ഷിആർ ബഹുമാനിക്കണം എന്നതാണ്. പഴമക്കാരായ നമ്മളെ ആളുകള് കിതാബുകള്, നോട്ട് പുസ്തകങ്ങള് നെഞ്ചോട് ചേർത്ത് മാത്രമാണ് പിടിച്ചിരുന്നത്. ആരോ നമ്മളെ മനഃപൂർവ്വം പറ്റിച്ചതാണ് ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ്. അതിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരോ ആസൂത്രണം ചെയ്തിട്ട് നമ്മളെ പറ്റിച്ച സാധനമാണ് ആ ബാഗ്. പഴയ ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, മുമ്പ് ഞാനൊക്കെ മദ്രസയിലൊക്കെ പോയി നിന്ന് മുസാഫിന്റെ ഒറ എന്ന് പറഞ്ഞിട്ടൊരു ഒറ ഉണ്ടാവും. തുണി കൊണ്ട് അടിച്ചുണ്ടാക്കുന്ന ഒരു മൂലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഒറയാണ്. മുസാഫ് അതിലിട്ടിട്ട് ആ ഒറ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിന്മേൽ ഒരു നൂലുണ്ടാവും, ഒരു കയറ്. ആ കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് മദ്രസയിലേക്ക് പോയിരുന്നത്. ഇന്ന് കുട്ടികളൊന്നും ഇങ്ങനെ പിടിച്ചു പോണത് നമ്മൾ കാണൂല. ഇൽമു ഉപകാരപ്പെടണമെങ്കിൽ ഇൽമിന്റെ ഷിആറുകളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. പാഠപുസ്തകത്തെ ബഹുമാനിക്കാത്തവന് അതിലുള്ള ഒരു ഇൽമു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എഴുതി കഴിഞ്ഞതിന് ശേഷം സഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗള ഷരീഫിന്റെ പുറത്ത് വന്ന് നിന്ന ഒരു സംഭവമുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിൽ വന്നു. റൗള ഷരീഫിന്റെ പുറത്ത് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാത്തുനിന്നു. റൗളയിൽ നിന്ന് നബി തങ്ങൾ വിളിച്ചാൽ മാത്രം അത് റൗളയിലേക്ക് കയ്യും പിടിച്ച് കയറിയിട്ട്, അങ്ങനെയാണ് സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം തീരുമാനിച്ചിരുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിന്റെ അടുക്കൽ വന്ന് കാത്തുനിന്ന് ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചില്ല. നബി തങ്ങൾ വിളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ റൗളയിലേക്ക് കയറുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. അവസാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുമായി റൗളയിലേക്ക് കയറാൻ വേണ്ടി കൽപ്പനയുണ്ടായി. സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനവറുകൾ റൗള ഷരീഫിലേക്ക് കയറിയതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം എന്ന് പറയുന്നത്. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിലെ റൗള ഷരീഫിന്റെ പുറത്തുള്ള പ്രസിദ്ധമായ മസ്ജിദുൽ ബുഖാരി എന്ന പള്ളിയാണത്. ഇന്നും ആ പള്ളി നിലവിലുണ്ട്. അപ്പൊ അവരൊക്കെ ഹൃദയത്തോട് ചേർത്താണ് കിതാബുകളും പുസ്തകങ്ങളും പിടിക്കാറുണ്ടായിരുന്നത്. ചന്തിക്ക് നേരെ പിടിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇൽമിന്റെ ഷിആറുകൾ, ഇൽമിന്റെ അടയാളങ്ങൾ, പാഠപുസ്തകങ്ങൾ,
നോട്ട് പുസ്തകങ്ങൾ, പേന, വിദ്യാലയം എന്നിവയെ ബഹുമാനിക്കണം. രണ്ടാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം എന്നതാണ്. ഉസ്താദിനെ ബഹുമാനിച്ചാൽ മാത്രമേ ഇൽമിന് ആഫിയാവുള്ളൂ, ഇൽമിൽ ബറക്കത്തുണ്ടാവുള്ളൂ. ഏത് ഗുരുനാഥനാണെങ്കിലും ബഹുമാനിക്കണം എന്നാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിച്ചില്ലെങ്കിൽ 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഒന്ന്, അവരിൽ നിന്ന് പഠിച്ചത് മറന്നു പോകും. രണ്ടാമത്തേത് റിസ്ഖിനെ തടയപ്പെടും. മൂന്നാമത്തേത് ആഖിബത്ത് ചീത്തയായി മരിക്കും. ഗുരുനാഥന്മാരെ ബഹുമാനിക്കാത്തവർക്ക് 3 വിപത്തുണ്ടാകും. ഒന്ന്, അവരിൽ നിന്ന് പഠിച്ചത് മറക്കും. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. പരീക്ഷക്കൊക്കെ എഴുതാൻ കിട്ടും, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇൽമ നാഫിയാവാൻ, ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ രണ്ടാമത് ചെയ്യേണ്ടത് ഗുരുനാഥന്മാരെ ആദരിക്കണമെന്നതാണ്. ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അയാളിൽ നിന്ന് പഠിച്ചത് മറക്കും. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല, ഉപകാരം നഷ്ടപ്പെടുക എന്നതാണ്. ഉപകാരം നഷ്ടപ്പെടുക. ഉപകാരം നഷ്ടപ്പെടാതെ ഉദാഹരണം പറഞ്ഞാവേ മനസ്സിലാവും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് നല്ല ഒരു വിദ്യാഭ്യാസമാണ്. എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കണം. കോളേജിൽ നിന്ന് ചാടി പോയിട്ടല്ല, അല്ലാതെ വെക്കേഷനിലൊക്കെ പഠിക്കുക. ഡ്രൈവിംഗ് നല്ല ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരുന്നു. അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും ഓടിച്ചിരുന്നു. ഇന്നത്തെ വാഹനമായ മോട്ടോർ സൈക്കിളും കാറും ജീപ്പൊക്കെ നമ്മൾ ഓടിക്കണം. അതിനെ ഡ്രൈവിംഗ് പറഞ്ഞാൽ നബി തങ്ങൾ അന്നത്തെ വാഹനം ഓടിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്നത്തെ വാഹനം ഓടിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞ് പഠിച്ച് ലൈസൻസ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ആളെ എന്തേലും ഒരു നിക് നെയിം ഉപയോഗിച്ചു, എന്തേലും ഒരു മോശപ്പെട്ട പേര് വിളിച്ചു, ഇൻസൾട്ട് ചെയ്തു. എന്നാൽ അവരിൽ നിന്ന് പഠിച്ച ഡ്രൈവിങ്ങിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ആവുന്നല്ല, പിന്നെ ആവശ്യ നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കുന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലൈസൻസ് ഒന്നും ക്യാൻസൽ ആവില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇൽമ മറക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കാതിരിക്കുക എന്നല്ല, പരീക്ഷയിൽ മാർക്ക് കിട്ടാതിരിക്കുക എന്നല്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടാതിരിക്കുക, ഡിസ്റ്റിങ്ഷൻ കിട്ടാതിരിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇൽമ മറക്കുക എന്നാൽ ആ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവർക്ക് ഉപകാരം നഷ്ടപ്പെടും. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖ് ഉണ്ടാവും, ഭക്ഷണം തടയപ്പെടും, ഒജീനം തടയപ്പെടും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ, ഏത് ഗുരുവാണെങ്കിലും ശരി കേട്ടോ, മുസ്ലിം ആകണം എന്ന് പോലുമില്ല, ഏത് ഗുരുനാഥനാണെങ്കിലും ഗുരുനാഥനെ നിസ്സാരമാക്കിയവൻ അന്ത്യം ചീത്തയായി മരിക്കുമെന്നാണ്. അപ്പൊ ഇൽമു നാഫിയാവാന് രണ്ടാമത്തെ കാര്യം ഗുരുവിനെ ബഹുമാനിക്കണമെന്നതാണ്. മൂന്നാമത്തെ കാര്യം ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണമെന്നതാണ്. പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഇൽമു നാഫിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇൽമു ഉപദ്രവകരമായി മാറും.